എൻ്റെ പേര് നീതു ക്രിസ്റ്റോ. ഞാൻ സ്ഥലം കുന്നംകുളം. വിവാഹം കഴിഞ്ഞിരിക്കുന്നത് 3 മുറിയിലേക്കാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായിട്ടുണ്ട്. ആദ്യത്തെ കുഞ്ഞ് 3-ാം മാസത്തിലെ അബോർഷനായി പോയി. അതിനുശേഷം മാനസികമായി ഞാൻ ഒത്തിരി തളർന്ന് നിരാശപ്പെട്ടൊക്കെ പോയി. അതിനുശേഷം എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാധിക്കാവുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും അമ്മ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ എനിക്ക് വേണ്ടിയിട്ട് അമ്മ നിയോഗത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ കൺവെൻഷനിൽ ഈ നിയോഗം അമ്മ പ്രത്യേകം സമർപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഈശോ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അത് ഞാൻ തന്നെയാണെന്ന് എൻ്റെ അമ്മ ഉറച്ച് വിശ്വസിച്ചു. അന്ന് രാത്രിയിൽ തന്നെ അമ്മ ഒരു സ്വപ്നം കണ്ടു. ഒരു കുഞ്ഞ് അൾത്താരയിൽ ഓടിക്കളിക്കുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടു. ആ സമയത്ത് ഞാൻ അബുദാബിയിലായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ. കഴിഞ്ഞ 2023 മാർച്ചിൽ ഞാൻ അറിഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വരികയും 3-ാം മാസം സ്കാനിങ്ങിൽ കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. പ്ലാസൻ്റ ലോ ലൈൻ പ്ലാസൻ്റ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ റോസമിസ്റ്റിക് മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. 5-ാം മാസമായപ്പോഴേക്കും പ്ലാസൻ്റ തിരിച്ച് കയറി തുടങ്ങി എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം 7-ാം മാസത്തിൽ ഞാൻ ഷുഗറിൽ കുറച്ച് വേരിയേഷൻ വരികയും ഡയബറ്റിക് ആവുകയും ചെയ്തു. ഡോക്ടർ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു. മോർണിംഗിൽ എല്ലാ ദിവസവും എനിക്ക് ഇൻസുലിൻ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് വീക്കിലി ഇഞ്ചക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ മെൻ്റലി ഒരുപാട് തകർച്ചയും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ അനുഭവിച്ചിരുന്നു. ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് എൻ്റെ മനസ്സിൽ നിന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അമ്മ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അച്ഛനോട് ഇവിടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ഓരോ വട്ടം സ്കാനിങ്ങിന് പോകുമ്പോഴും അച്ഛനോട് മെസ്സേജ് അയച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 5 എൻ്റെ ഡെലിവറി ഡേറ്റ്. പക്ഷേ നവംബർ 22 ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. കാരണം ഷുഗറിൽ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് നേരത്തെ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് നവംബർ 22 ഞാൻ അഡ്മിറ്റായി. അന്ന് ഇവിടെ മലങ്കരയിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് ഞാനും ഹസ്ബൻഡും ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിരുന്നു. നവംബർ 22 അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരുന്നെങ്കിലും 23 ഡോക്ടർ ഡെലിവറിക്കായിട്ട് നോർമൽ ഡെലിവറി ആയിരുന്നു ഡോക്ടർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നവംബർ 22 തന്നെ ഹെവി ബ്ലീഡിങ് വന്നിട്ട് എമർജൻസി സിസേറിയനിലൂടെ ഒരു നല്ലൊരു പെൺകുഞ്ഞിനെ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞാണ്. യാതൊരു വിധവും കുഞ്ഞിനെ ഇല്ല, യാതൊരു കുഴപ്പങ്ങളും കുഞ്ഞിനെ ഇല്ല. പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ റോസാമിസ്റ്റിക് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം എനിക്കുള്ള പറയാനുള്ളത്, ഞാൻ ഫാർമസിസ്റ്റാണ്. അബുദാബിയിലേക്ക് ഞാൻ ഹാദ് എന്നൊരു ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി ഫാർമസിസ്റ്റിൻ്റെ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ കുഞ്ഞ് പോയ സമയത്ത് തന്നെ ഓൺലൈൻ കോച്ചിങ് എടുത്തിരുന്നു. പക്ഷേ ആദ്യത്തെ കുഞ്ഞ് പോയതോടുകൂടി എനിക്ക് ഒരുപാട് ഡിപ്രഷനും ഒക്കെ വന്നതുകൊണ്ട് അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പഠിക്കാനൊന്നും ഒട്ടും സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ദൈവവചനത്തിൽ ആശ്രയിച്ചു. ഞാൻ ബൈബിൾ എഴുതി, മെയിനായിട്ട് സങ്കീർത്തനങ്ങൾ എഴുതി. ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് എഴുതിയത്. അമ്മ എനിക്ക് വേണ്ടി മലയാളം ബൈബിൾ നിയോഗം വെച്ച് എഴുതി പ്രാർത്ഥിച്ചു. ഇതിൻ്റെ എല്ലാ ഫലമായി ഞാൻ ഫാർമസിസ്റ്റ് എക്സാം ഞാൻ പോണ വഴിയിലൊക്കെ ദുബായിലാണ് ഞാൻ എക്സാം എഴുതിയത്. പോണ വഴിയിലൊക്കെ ഞാൻ ദൈവവചനം കേട്ടിട്ടാണ് ഞാൻ പോയത്. സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡൊക്കെ ഒരുപാട് പറയായിരുന്നു പഠിക്കുന്നൊക്കെ. പക്ഷേ എപ്പോഴും ഞാൻ വചനം എഴുതും, വചനം വായിക്കും, അതുപോലെ വചനം ഓഡിയോ കേട്ടുകൊണ്ട് ഞാൻ പോകുന്ന വഴിയിലൊക്കെ വചനം കേട്ടുകൊണ്ട് പോയി. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഹാദ് എക്സാം തന്ന് ഈശോനെ അനുഗ്രഹിച്ചു. അതുപോലെ അവിടെ നല്ലൊരു ജോലി, ഫാർമസിസ്റ്റായിട്ട് നല്ല ജോലി, നല്ല കമ്പനിയിൽ അബുദാബിയിൽ ഞാൻ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു. ഈശോയ്ക്കും പരിശുദ്ധ റോസാമിസ്റ്റിക് മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നെങ്കിലും ആ സമയം എത്തുമ്പോഴേക്കും ഈശോ വലിയ അനുഗ്രഹം തന്ന്, ഈശോ എന്ത് തന്നെയായാലും ആ അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചിട്ടുള്ള അവസരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈശോയ്ക്കും പരിശുദ്ധ റോസാമിസ്റ്റിക് മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷം മുഴക്കി നമുക്ക് ദൈവത്തെയും പ്രത്യേകിച്ച് റോസാമിസ്റ്റിക് മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ നന്ദി പറഞ്ഞ് ഹൃദയത്തോടെ പ്രത്യേകമായും പ്രാർത്ഥിക്കും.